Hello everyone, welcome to Students Focus. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോഷ്യലിസ്റ്റ് എക്കോണമിയും മിക്സഡ് എക്കോണമിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ നേരെ ഓപ്പോസിറ്റാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? പ്രൈവറ്റ് ഓണേഴ്സ് ആയിരുന്നു. അതെല്ലാം ലാൻഡ് എല്ലാം ഫാക്ടറീസ് എല്ലാം ഓൺ ചെയ്തിരുന്നത് പ്രൈവറ്റ് ഓണേഴ്സ് ആയിരുന്നു. സോഷ്യൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പ്രോഫിറ്റ് മോട്ടീവാണ് ബിസിനസ്സിൻ്റെ എല്ലാം റൺ ചെയ്യുന്നതിന് അവരുടെ ഒരു സോൾ ഇൻറ്റൻഷൻ ആയിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. ബട്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ അങ്ങനെയല്ല. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പബ്ലിക് വെൽഫെയർ ആണ് അതിൻ്റെ സോൾ ഇൻറ്റൻഷനായിട്ട് വരുന്നത്, അല്ലാതെ ഒരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വരുന്നത്, അല്ലാതെ പ്രോഫിറ്റ് ഏർണിംഗ് അല്ല. ഈ കൺസെപ്റ്റ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പബ്ലിക്കേഷൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് ആണ്. 1848 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതനുസരിച്ച് നമ്മളുടെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഫാക്ടറീസോ ക്യാപിറ്റലോ അതെല്ലാം ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതായത് ഓൾ കമ്മ്യൂണിറ്റി, ഓൾ സൊസൈറ്റി ആണ്. ഓൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് എപ്പോഴും ചെയ്യുന്നവരാണ് ഗവൺമെൻറ് ആണ്, ബൈ ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പേഴ്സൺസിന് അധികം ലാൻഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അക്യൂർ ചെയ്യാനുള്ള റൈറ്റ് ഇതിലില്ല. എല്ലാം മെയിൻ പ്രൊഡക്ഷൻ ആൻഡ് മെത്തേഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. ഇതിൽ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് എക്കോണമിയിൽ എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? കൺസ്യൂമേഴ്സ് ഏത് ഗുഡ്സിന് എത്ര പൈസ കൊടുക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഏത് ലക്ഷറി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്, അതിനെയൊക്കെ ബേസ് ചെയ്തില്ലായിരുന്നു റിസോഴ്സ് അലോക്കേഷൻ ഉണ്ടായിരുന്നത്. ബട്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ അങ്ങനെയല്ല. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ റിസോഴ്സ് അലോക്കേഷൻ എല്ലാം പ്ലാൻ ചെയ്യുന്നതും അത് ചെയ്യുന്നതെല്ലാം ഒരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. അവരുടെ കമാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻ, അവരുടെ ഡിസിഷൻ അനുസരിച്ചാണ് റിസോഴ്സ് അലോക്കേഷൻ എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമിയെ കമാൻഡ് എക്കോണമി എന്നും അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് പേരിലും സോഷ്യലിസ്റ്റ് എക്കോണമി അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നടക്കുന്നത് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് എൻ്റർപ്രൈസസ് അത് കുറച്ച് ലോസിലൊക്കെ ആണെങ്കിലും അത് സൊസൈറ്റിയുടെ വെൽഫെയർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാം. സൊസൈറ്റിക്ക് നല്ലത് എന്താണോ അതാണ് ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും പ്രോഫിറ്റ്, എനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം, കസ്റ്റമറെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ റിസോഴ്സസ് എത്ര ഇതാവും, ഇപ്പോൾ എംപ്ലോയീസിനെയൊക്കെ കണ്ടമാനം യൂട്ടിലൈസ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഒന്നും സോഷ്യലിസ്റ്റ് എക്കോണമിയിലില്ല. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ടോട്ടൽ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കളക്റ്റീവ് ഓണർഷിപ്പ്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് കളക്റ്റീവായിട്ടാണ്, സൊസൈറ്റി കളക്റ്റീവായിട്ട്, അതായത് ഗവൺമെൻറ് ആണ്. സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഗവൺമെൻറ് ആണ് ഓൺ ചെയ്യുന്നത്. അതിന് എക്സെപ്ഷനായിട്ട് ചെറിയ ഫാംസോ അല്ലെങ്കിൽ ചെറിയ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ചെറിയ ട്രേഡിംഗ് ഫേംസ് അതൊക്കെ മാത്രമേ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഓൺ ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കുള്ളൂ. ബാക്കി മെയിൻ എൻ്റർപ്രൈസസ് എല്ലാം റൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് അല്ല ഇതിന് മെയിൻ ഇൻറ്റൻഷനായിട്ട് അല്ലെങ്കിൽ ഗവേണിംഗ് ഫോഴ്സായിട്ട് വരുന്നത് പബ്ലിക് വെൽഫെയർ ആണ്. റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് കൂടുതലും പബ്ലിക് വെൽഫെയറിന് വേണ്ടിയാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ യൂസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, എക്കണോമിക് പ്ലാനിങ്. ഇതിൽ നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്ലാനിങ്, റിസോഴ്സ് പ്ലാനിങ്ങും എല്ലാം ചെയ്തിരുന്നവരാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ് ഓണേഴ്സാണ്. ബട്ട് ഇതിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ അതെല്ലാം ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ്. അവരാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് റേറ്റിൽ അത് സെല്ല് ചെയ്യണം, ഏത് റിസോഴ്സസ് എന്തൊക്കെ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ്. പിന്നെ ഇതിൽ കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സ് കുറവാണ്. കാരണം ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് BSNL മാത്രമേ ഉള്ളെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളുടെ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയാണെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ BSNL മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. BSNL മാത്രം ഉള്ളെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. BSNL എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത്
അത് നമ്മൾക്ക് യൂസ് ചെയ്യാനല്ലേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പ്രൊഡക്റ്റിൻ്റെ സെലക്ഷൻ കുറവാണ്, അല്ലെങ്കിൽ ചോയ്സ് കുറവാണ്. ഒരു റേഞ്ചിന് പെടുന്ന പ്രൊഡക്ട്സ് ഇവർ ഡെലിവർ ചെയ്യും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇവർക്ക് ചൂസ് ചെയ്യാമെന്നല്ലാതെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പോലെ ഒരു വൈഡ് സെലക്ഷൻ ഇവർക്ക് പറ്റില്ല. ഒത്തിരി ഐറ്റംസിൽ നിന്ന് ഇവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇപ്പോൾ എനിക്ക് 10 കോടി രൂപയുടെ ഒരു കാറ് വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റും. എനിക്കും എന്നെ പോലെ ഒത്തിരി ആളുകളുണ്ട് 10 കോടി രൂപയുടെ കാറ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെങ്കിൽ ഞങ്ങൾ അത്രയും ക്യാഷ് മുടക്കാൻ റെഡിയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് റെഡിയാണ്. ബട്ട് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ അങ്ങനെയല്ല. അവരൊരു ഒരു പ്രൈസ് റേഞ്ചിനകത്തുള്ള കുറച്ച് പ്രൊഡക്ട്സ് അവർ ഡെലിവർ ചെയ്യും. അതിൽ നിന്ന് ഇഷ്ടമുള്ള വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമെന്നല്ലാതെ അതിന് അപ്പുറത്തേക്കുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരത് ഉണ്ടാക്കി തരുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി ഇതിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയോ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലുള്ള ജോലിയോ അങ്ങനെയൊന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ജോലി ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യം. ബട്ട് സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഇന്ന സ്ഥലത്താണ് ഒഴിവുള്ളത്, അവർ വേറെ എന്തെങ്കിലും ഒരു മൊബൈൽ ആക്സസറീസിൻ്റെ യൂണിറ്റിൽ വർക്ക് ചെയ്തോളാൻ പറഞ്ഞാൽ എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു ഒക്യുപ്പേഷൻ കിട്ടിയില്ലേ, ഒക്യുപ്പേഷൻ കിട്ടി. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒക്യുപ്പേഷനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒക്യുപ്പേഷനോ ആയിരിക്കണം എന്നില്ല. ഇനി ഞാൻ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്, ഇപ്പോൾ എനിക്ക് നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അതൊന്നും നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതിൽ നമ്മളുടെ ഇപ്പോൾ ഒരേ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ആളുകൾക്കൊക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള ജോലിയായിരിക്കും ഈ പ്ലാനിംഗ് കമ്മിറ്റി ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു റിലേറ്റീവ്ലി ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും വെൽത്ത് കൂടുവാണ്, ഇൻകം കൂടുവാണെങ്കിൽ അതനുസരിച്ച് ഇവർ ടാക്സ് കൂട്ടും. അപ്പോൾ അവരുടെ ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുടെ കയ്യിൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് കുമിഞ്ഞു കൂടുന്നത് അത് തടയുന്നു. ടാക്സ് കൂടുമ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അത്രയും എമൗണ്ട് കുറയുമല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏകദേശം ഒരു ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ വരുന്നത്. കുറച്ച് പാർട്ടീസോ അല്ലെങ്കിൽ കുറച്ച് പ്രൈവറ്റ് ഓണേഴ്സ് കണ്ടമാന എമൗണ്ട് അല്ലെങ്കിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇതിൽ തടയാൻ സാധിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വൺ, മിനിമം റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്തായിരുന്നു? പ്രൈസ് മെക്കാനിസം അതായിരുന്നു. അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെയുണ്ട് അതനുസരിച്ചായിരുന്നു പ്രൈസിൽ വേരിയേഷൻസ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. ബട്ട് നമ്മളുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്, സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. അവരാണ് ഏത് രീതിയിൽ പ്രൊഡക്റ്റിന് പ്രൈസ് വരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇതിൽ പ്രോഫിറ്റ് മോട്ടീവ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് മെക്കാനിസത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇതിൽ വരുന്നില്ല. കാരണം മറ്റേത് പ്രോഫിറ്റ് മോട്ടീവ് കൂടുതലായിരുന്നത് കൊണ്ടാണല്ലോ അതനുസരിച്ച് പ്രൈസസിൽ ചേഞ്ചസ് വരുന്നത്, നമ്മൾ പ്രൈസ് കൂട്ടിയിടോ കുറയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിലങ്ങനെ പ്രൈസ് കൂട്ടിയിടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിൽ ആകെ സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഫേംസേ ഉള്ളൂ. ഒരു പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞ ഇൻറ്റൻഷൻ ഇതിൻ്റെ റണ്ണിങ്ങിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൈസ് മെക്കാനിസത്തിന് കാര്യമായ റോളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി റോളേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ഈ ഫീൽഡിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ ആകെ ഒരു ഫേം മാത്രമേ ഉള്ളൂ. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒരു ഫേമേ ഉള്ളെങ്കിൽ അതിലെങ്ങനെ കോമ്പറ്റീഷൻ വരാനാണ്? പല പല ഫേംസ് ഉണ്ടെങ്കിലേ ഉള്ളൂ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. ഇത് സ്റ്റേറ്റാണ് ഇതിൽപ്പെട്ട. ഇപ്പം നമ്മൾ BSNL പറഞ്ഞ പോലെ BSNL മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഇവിടെ ഇതൊരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, ഇവിടെ BSNL മാത്രമേ ഉള്ളെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ BSNLന് കോമ്പറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല, വേറെ ആരുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. എക്സാമ്പിൾ നമുക്ക് ചൈന, ക്യൂബ, വിയറ്റ്നാം ഒക്കെ ഒരു പരിധിവരെ പറയാം. ബട്ട് അതൊരു 100% സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല. ഇതൊന്നും 100% സോഷ്യലിസ്റ്റ് എക്കോണമി നമുക്ക് സൊസൈറ്റിക്ക് തന്നെ ബിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ നമുക്ക് നല്ലതായിട്ടൊക്കെ തോന്നും, നല്ല രസമായിട്ടൊക്കെ തോന്നുമെങ്കിലും 100% സോഷ്യലിസ്റ്റ് എക്കോണമി ആയിട്ട് ഇപ്പോൾ എങ്ങും ഇല്ല. ഇത് നമുക്കൊരു പരിധി വരെ ചൈന, ക്യൂബയെല്ലാം പറയാം. പിന്നെ കുറച്ചൊരു പീരീഡിൽ USSR ഒക്കെ സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരുന്നു. ബട്ട് ഇപ്പം നമുക്ക് 100% സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയാവുന്ന കൺട്രീസ് ഇല്ല. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരേ രീതിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരേ രീതി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഏകദേശം ഒരേപോലത്തെ ജോലി, ഒരേ
ഇൻകം റേഞ്ചുള്ള ജോലിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പാർട്ടീസിൻ്റെ കുറച്ച് പേരുടെ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് തടയുന്നു. ഇതിലത് പറ്റുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇൻകം കൂടുതലാണെങ്കിൽ അവരതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു. സോ അതവരുടെ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് കുറയ്ക്കുന്നു. അങ്ങനെ കുറച്ച് ആളുകളുടെ മാത്രം ഇൻകം ഒത്തിരി കൂടുന്നു. ബാക്കി അതായത് പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിരിക്കുന്നു, പണക്കാരൻ എന്നും പണക്കാരനായി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു തിയറി ഇവിടെ വരുന്നില്ല. ആ ഒരു കേസ് ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ, ഇത് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കുറച്ചും കൂടെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് എല്ലാം റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതും അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റിസോഴ്സസ് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മൾ ഏത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലും അത്യാവശ്യമുള്ള ഗുഡ്സ് വേറെ ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ ബിസിനസ് ഫേംസ് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി അത് ഡിസൈഡ് ചെയ്യുകയും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസോഴ്സസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. റിസോഴ്സസ് ബെറ്റർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയൊക്കെ ഒത്തിരി എക്സ്പെൻസ് വരുത്താറുണ്ടായിരുന്നു. ഒത്തിരി നമ്മുടെ റിസോഴ്സസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, അത് വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം എന്താ, അതിൽ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും എല്ലാം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി റിസോഴ്സസ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആവുമായിരുന്നു. ബട്ട് ഇതിൽ അങ്ങനെ വേസ്റ്റ് ആകുന്നില്ല, കാരണം ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിനോ സെയിൽസ് പ്രൊമോഷനോ ഒക്കെ വേണ്ടി അനാവശ്യമായിട്ട് നമ്മൾക്ക് റിസോഴ്സസ് വേസ്റ്റേജ് വരുത്തേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. ഇനി നമ്മളുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എല്ലാം സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നു. ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് തോന്നുവാണ് എംപ്ലോയി വേണ്ടാന്ന് തോന്നിയാൽ ആ എംപ്ലോയിയെ പറഞ്ഞു വിടുന്നു, എംപ്ലോയിക്ക് ജോലി ഇല്ലാതെ ആവുന്നു, ശരിയല്ലേ? ബട്ട് ഈ കേസിൽ അങ്ങനെയല്ല, ഒരു എംപ്ലോയി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. പിന്നെ എല്ലാവർക്കും വർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന വർക്കാണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തുവാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കുറവാണ്. ഞാനത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിൽ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, സൊസൈറ്റിയുടെ വെൽഫെയറിന് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിക്ക് ഒക്കെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് മാത്രം എന്നുള്ളൊരു ഇൻറ്റൻഷനിലല്ലല്ലോ നമ്മളിതിൽ പോകുന്നത്. സോ സൊസൈറ്റി വെൽഫെയറിന് നമ്മളിതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാവർക്കും ജോലി ഒരു റൈറ്റ് ടു വർക്ക് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, എല്ലാവർക്കും 10,000 രൂപയുടെ ജോലി ഇല്ലെങ്കിലും 1,000 രൂപയുടെ ജോലിയെങ്കിലും ഉള്ളപ്പോൾ 1000 രൂപ എന്നുള്ള രീതിയിൽ മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നു. അല്ലാതെ ഒന്നുമില്ലാതെ സീറോയിൽ നിൽക്കുന്നതിലും ഭേദമല്ലേ 1000 രൂപയെങ്കിലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേബറേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയൊക്കെ ബിസിനസ് ഫേംസ് അനാവശ്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ലേബറേഴ്സിനെ ഇപ്പോൾ എംപ്ലോയീസ് പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജോലി ചെയ്യിക്കുന്നു. ഇപ്പോൾ 8 hours ജോലി ചെയ്യുന്നതിന് പകരം 10 hours 12 hours ഒക്കെ ജോലി ചെയ്യിക്കുന്നു. അതുപോലെ കൺസ്യൂമേഴ്സിനെയും പ്രോഫിറ്റിന് വേണ്ടി ഇപ്പോൾ പ്രൊഡക്ട്സിൽ എന്തെങ്കിലും മായം ചേർക്കുകയോ അല്ലെങ്കിൽ വേറെ ഫോൾസ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, അതിൽ കോമ്പറ്റീഷൻ ഇല്ല, പ്രോഫിറ്റ് മോട്ടീവ് ഇല്ല, പബ്ലിക് വെൽഫെയർ ആണ് അതിൻ്റെ മോട്ടീവ്. ഇനി ഇതിൽ കുറച്ചൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ജനറൽ പബ്ലിക്കിന് കുറച്ചൊരു
സെക്യൂർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു നമ്മുടെ സിറ്റിസൺസിന്, ജനറൽ പബ്ലിക്കിന് അവർ കുറച്ച് സെക്യൂർ ആണെന്നുള്ളൊരു ഫീലിംഗ് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവുന്നു. ഇതെല്ലാമാണ് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സ്. ഇനി ഇതിന് മെറിറ്റ്സ് മാത്രമല്ല, കുറച്ച് ഡീമെറിറ്റ്സ് കൂടെ ഉണ്ട്. നമ്മളുടെ ഒന്നും നമുക്ക് 100% മെറിറ്റ്സ് ആയിട്ട് വരില്ലല്ലോ. അപ്പോൾ നമുക്കിതിന് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മളുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെൻറ്റാണ് ഫേംസ് ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഫേംസ് മാത്രമേ നമ്മളുടെ മാർക്കറ്റിലുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെന്ത് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നോ അത് നമ്മൾക്ക് വാങ്ങിക്കാനേ സാധിക്കുള്ളൂ. എന്ത് പ്രൊഡക്റ്റോ സർവീസസ്, അവരുടെ പ്രൊഡക്ട്സിലോ സർവീസസിലോ എഫിഷ്യൻസി ഇല്ല, അല്ലെങ്കിൽ നല്ല പ്രൊഡക്ട്സ് അല്ല, അല്ലെങ്കിൽ നല്ല സർവീസസ് അല്ല, അല്ലെങ്കിൽ അവർ ഡിലേ ആയിട്ടാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെല്ലാം ജനറൽ പബ്ലിക്കിന് സഹിക്കാനേ പറ്റുള്ളൂ. വേറെ നിവർത്തിയില്ല. കാരണം അവരാണത് കൺട്രോൾ ചെയ്യുന്നത്. അവരെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മേളിൽ വേറെ ആളില്ല. ഗവൺമെൻറ്റിൻ്റെ മേളിൽ ഇപ്പോൾ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാം. ബട്ട് ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റിൻ്റെ മേളിൽ വേറെ ആരും വരുന്നില്ല. അപ്പോൾ അവർക്ക് കറപ്ഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് കറപ്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഫേവറിറ്റിസം ചെയ്യണം, അവർക്ക് ആർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണമെങ്കിൽ അതെല്ലാം അവർ ആ രീതിയിൽ ചെയ്യുന്നു. അതെല്ലാം സഹിക്കേണ്ടി വരുന്നവരാണ്, സൊസൈറ്റിയാണ് സഹിക്കേണ്ടി വരുന്നത്. പല പല കാര്യത്തിലും വേണമെങ്കിൽ അവർക്ക് ഡിലേസ് വരുത്താം. കാരണം എന്താ, ഞാനാണ് റൺ ചെയ്യുന്നത്, ഞാനാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടി. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാനത് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആ സർവീസസ് എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ഡെലിവർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ. അതിൻ്റെ ഒരു ഡീമെറിറ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇത് ഇൻഡിവിജ്വൽസിന് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു ഫേം റൺ ചെയ്യാനോ അല്ലെങ്കിൽ തുടങ്ങാനോ, അവർക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനോ അതൊന്നും സാധിക്കില്ല. കാരണം ഇതിൽ സ്റ്റേറ്റാണ് എല്ലാം ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും, മെറ്റീരിയൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതെല്ലാം ആരാണ്? സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. അവരാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡം അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുവാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു നല്ല ഐഡിയ ആയിരിക്കും, എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട്, അത് വെച്ച് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പോലും അതിന് എനിക്ക് ഫ്രീഡം ഇല്ല. പിന്നെ ഇതിൽ നമ്മളുടെ ബേസിക് റൈറ്റായ ഒരു റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള റൈറ്റ് ഇവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റണം. അത് നമ്മളുടെ കയ്യിലില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, പ്രോപ്പർട്ടീസ് എല്ലാം ഓൺ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റാണ്. അത് സൊസൈറ്റി മൊത്തമാണ്, സൊസൈറ്റി റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റേറ്റാണ്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാനോ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനോ ഇവിടെ സാധിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ഹാർഡ് വർക്കിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഈ എക്കോണമിയിൽ. കാരണം എന്താണ്, ഗവൺമെൻറ്റാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താണ്, ഗവൺമെൻറ്റിനാണ് ഇൻകം കിട്ടുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും അതിൽ നിന്ന് വരുന്നില്ല. നോർമലി എനിക്ക് എന്താണോ, ഇപ്പോൾ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ സാലറി എന്താണോ അത് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അതല്ലാതെ എനിക്കൊരു ബിസിനസ് ഫേം റൺ ചെയ്ത് അത് പ്രോഫിറ്റിൽ കൊണ്ടുവരാനോ അത് എത്ര നല്ല പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ബിസിനസ് ആണെങ്കിൽ കൂടി എനിക്ക് അത് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാനൊക്കെ സാധിക്കുമോ? സാധിക്കില്ല. ഇനി ഇതിൽ നമ്മൾ പ്രൈസ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നവരാണ് മാർക്കറ്റ് ഫോഴ്സസ് ആണോ? അല്ല. മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു നല്ല റിസോഴ്സ് അലോക്കേഷൻ മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുമ്പോൾ അതിൻ്റെ കോസ്റ്റും മറ്റ് പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ടതുണ്ടല്ലോ. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് അവർ ഡിസൈഡ് ചെയ്യുന്നതും അവരത് പ്രൈസിങ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നല്ല രീതിയിലൊരു സൊസൈറ്റിയിൽ ഒരു എഫിഷ്യൻറ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഇമ്പോസിബിളായ കാര്യമാണ്. അത് കറക്റ്റായിട്ട് നമ്മൾക്കത് കൊണ്ടുപോകാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് മോണോപോളീസ് വിൽ സംടൈംസ് ബിക്കം അൺകൺട്രോളബിൾ. അതായത് പ്രൈവറ്റ് ഫേംസ് ആണ് മോണോപ്പൊളി ആയിട്ട് ഫോം ചെയ്ത് വരുന്നതെങ്കിൽ സ്റ്റേറ്റിന്, അതായത് ഗവൺമെൻറ്റിന് പല ആക്ടിലൂടെയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കൺട്രോളിലൂടെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ആ സ്റ്റേറ്റ് തന്നെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് തന്നെ മോണോപ്പൊളി ആയിട്ട് ഫോം ചെയ്തു, അവരവർക്ക് തോന്നിയ രീതിയിൽ സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുന്നു. പ്രോപ്പറായിട്ട് നമ്മൾ പറയുമ്പോൾ സൊസൈറ്റിയുടെ വെൽഫെയർ എന്നെല്ലാം പറയുന്നെങ്കിലും അവർ കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ല. മോണോപ്പൊളി ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുവാണെങ്കിൽ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല. കാരണം ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ മേളിൽ
നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മോണോപ്പൊളി ആയിട്ട് ഫോം ചെയ്ത് വരുവാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് മോണോപ്പൊളി ആയിട്ട് ഫോം ചെയ്ത് വരുവാണെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ഫേംസ് മോണോപ്പൊളി ആയിട്ട് വരുന്നത് പോലെ നമ്മൾക്കങ്ങനെ കൺട്രോൾ ചെയ്ത് വിടാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൽ കൺസ്യൂമേഴ്സിന് ഒരു ലിമിറ്റഡ് ചോയ്സേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പോൾ എനിക്ക് ഒരു 10,000 രൂപയുടെ എന്തെങ്കിലും ഒരു ഐറ്റം വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 to 1000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് എങ്കിൽ എനിക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാനേ സാധിക്കുള്ളൂ. 10,000 റുപ്പീസ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പേ ചെയ്ത് ആ പ്രൊഡക്റ്റ് മേടിക്കാൻ റെഡി ആണെങ്കിലും എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടില്ല. കാരണം എന്താ, സ്റ്റേറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് അത് ഡെലിവറി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്തെടുക്കാനുള്ള ഫ്രീഡം കുറവാണ്. സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്ട്സിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആ പ്രൊഡക്റ്റ് മതിയെങ്കിൽ അതിലുള്ളത് ചൂസ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തേക്കൊരു പ്രൊഡക്റ്റ് സെലക്ഷൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇനി ഇതിൽ പേഴ്സണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ ഇതിലുള്ള ലേബേഴ്സിനൊക്കെ ഒരേ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരേ സ്റ്റാൻഡേർഡ് ഓഫ് വേജസ് കൊടുക്കുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് സാലറി കൊടുക്കുന്നു, ഒരേ റേറ്റിലുള്ള സാലറി കൊടുക്കുന്നു. അവിടെ കുറച്ച് പേര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിലൊരു 5 പേര് നല്ല എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് നോർമലി എല്ലാവർക്കും കൊടുക്കുന്ന എമൗണ്ട് തന്നെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ നല്ല എഫിഷ്യൻ്റായിട്ടോ നല്ല രീതിയിലോ വർക്ക് ചെയ്യാൻ തോന്നില്ല. നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിന് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയും കൂടുതൽ നല്ലതായിട്ടത് ചെയ്യണം എന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇതിൽ അവരുടെ പ്രത്യേകിച്ചുള്ള എഫിഷ്യൻസിക്കോ പ്രൊഡക്ടിവിറ്റിക്കോ അവർ ഓവർ ടൈം നിന്ന് വർക്ക് ചെയ്താലോ അതിനൊന്നും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ നോർമലി ഇപ്പോൾ എക്സാമ്പിൾ ഒരു ദിവസം അവർ ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്നത്, ഇപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്താലും 6 മണിക്കൂർ ജോലി ചെയ്താലും 10 മണിക്കൂർ ജോലി ചെയ്താലും അവർക്ക് കിട്ടുന്നത് 500 റുപ്പീസ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നോർമലി എല്ലാവരും എന്താ ചെയ്തത്, 6 hours വർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാനല്ലേ നോക്കുള്ളൂ. കാരണം 8 hours 10 hours വർക്ക് ചെയ്തിട്ട് അവർക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. അവരുടെ എഫിഷ്യൻസി ഒന്നും ആരും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എഫിഷ്യൻസിക്കൊന്നും. ഇനി നമ്മൾക്ക് ഇപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമി ഒരു 100% സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ള രീതിയിൽ ഫോം ചെയ്ത് വരുവാണെങ്കിൽ അതിന് നമുക്ക് ബെയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതത്ര പ്രാക്ടിക്കബിൾ അല്ല. നമ്മൾ പറയുമ്പോൾ നല്ല പോയിൻറ്റ്സ് ആയിട്ടും നല്ലതായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾക്കൊരു 100% സോഷ്യലിസ്റ്റ് എക്കോണമി ഇപ്പം എങ്ങുമില്ല. അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു എക്കോണമി ഫോം ചെയ്ത് വന്നാൽ തന്നെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് പ്രാക്ടിക്കബിളായ ഒരു കാര്യമല്ല. ഒരു എക്സ്ട്രീം ഫോമിൽ 100% സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ മിക്സഡ് എക്കോണമി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പോസിറ്റീവ് പോയിൻറ്റ്സും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പോസിറ്റീവ് പോയിൻറ്റ്സും കൂടെ മിക്സ് ചെയ്ത് വരുന്ന എക്കോണമിയാണ് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളുടെ വേൾഡിലെ മിക്ക കൺട്രീസും മിക്സഡ് എക്കോണമി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മിക്സഡ് എക്കോണമിയിൽ നമ്മൾ ഗവൺമെൻറ് ഓൺഡ് ഫേംസും വരും, പ്രൈവറ്റ് ഓൺഡ് ഫേംസും വരും. രണ്ടും മിക്സഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മിക്സഡ് എക്കോണമിയിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും പോസിറ്റീവ് പോയിൻറ്റ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പോയിൻറ്റ്സ് മാക്സിമം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് മിക്സഡ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. മിക്സഡ് എക്കോണമിയിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോളിങ് ആൻഡ് റെഗുലേഷൻ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രൈവറ്റ് എൻ്റർപ്രൈസിന് കോമ്പറ്റീഷൻ വേണോ, കോമ്പീറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യാം. ബട്ട് ഒരു മോണോപ്പൊളി ഫോം ചെയ്ത് അതൊരു എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല. അതിനുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് ഗവൺമെൻറ് ചെയ്യുന്നു, ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നു. അപ്പം അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ പ്രൈവറ്റ് ഫേംസിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം, അവർക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, ബിസിനസ് റൺ ചെയ്യാം, അതൊക്കെ ഓക്കെ. ബട്ട് അതൊരു സൊസൈറ്റിയെ ഒരു നാശത്തിലേക്ക് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നല്ല രീതിയിൽ വരുന്ന രീതിയിലൊന്നും ചെയ്യാനായിട്ട് ഗവൺമെൻറ് സമ്മതിക്കില്ല. ഒരു മോണോപ്പൊളി ഫോം ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് ചാർജ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലൊന്നും വരാൻ സമ്മതിക്കാതെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട്. അപ്പോൾ ഇതിൽ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം ഏതിൽ നിന്ന് സാധനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഏത് ഫെസിലിറ്റി അഡോപ്റ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഗവൺമെൻറ് സ്കൂൾസും ഉണ്ടാവും, പ്രൈവറ്റ് സ്കൂൾസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിടണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ വിടാം. നിങ്ങൾ ഫിനാൻഷ്യലി
അത്ര സൗണ്ടല്ല, നിങ്ങൾക്ക് അധികം ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനില്ല, ഗവൺമെൻറ് സ്കൂളാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ വിടാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് മാസം ഇപ്പോൾ 10,000 20,000 50,000 ഒക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാം, അപ്പോൾ എൻ്റെ കുട്ടിയെ പ്രൈവറ്റ് സ്കൂളിൽ വിടണമെന്നാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. രണ്ടും ഉണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഫേംസ് ആണെങ്കിലും എല്ലാം പ്രൈവറ്റ് ഓൺഡ് ഫേംസും ഉണ്ടാവും, പബ്ലിക് ഓൺഡ് ഫേംസും ഉണ്ടാവും. ഇപ്പോൾ രണ്ടിൻ്റെയും ഓണർഷിപ്പ് ഉള്ളതിന് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്കത് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി മെയിനായിട്ട് മിക്സഡ് എക്കോണമിയിൽ 3 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് വരുന്നത്. ഒരെണ്ണം പബ്ലിക് സെക്ടർ, അതായത് അത് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ആരാണ്? ഗവൺമെൻറ് ആണ്. പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റഡ് ബൈ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ ഫേംസ് ഉണ്ടാവും. പബ്ലിക് സെക്ടർ ഫേംസിൻ്റെ മോട്ടീവ് എന്താണ്? സോഷ്യൽ വെൽഫെയർ, അല്ലാതെ ഫുൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു മോട്ടീവല്ല. പബ്ലിക് വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർ, അതെല്ലാമാണ് പബ്ലിക് സെക്ടറിൻ്റെ മോട്ടീവ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ BSNL അല്ലെങ്കിൽ എയർ ഇന്ത്യ, അതെല്ലാം പ്രോഫിറ്റ് മാത്രം എയിം ചെയ്താണ് അത് പോയിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ടി അത് അടച്ചു പൂട്ടിയാനല്ലോ, കാരണം അതൊന്നും പ്രോഫിറ്റിലല്ല പോകുന്നത്. ബട്ട് എന്നിട്ടും അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്റ്റാഫിൻ്റെ ജോലി പോവും, പിന്നെ സൊസൈറ്റിക്ക് റേറ്റ് കുറച്ച് ഫെയർ കുറച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള പല പല റീസൺസ് കൊണ്ട് അത് ക്ലോസ് ചെയ്യാതെ ആ ബിസിനസ് ഫേംസ് റൺ ചെയ്ത് പോവുകയാണ്. സോ അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ ഫേംസ് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടർ ഫേംസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ഫേംസ് എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ്. അങ്ങനെയുള്ള പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസും മിക്സഡ് എക്കോണമിയിലുണ്ട്. പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനെ മോട്ടിവേറ്റ്, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ മേക്കിംഗ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഫേംസും ഉണ്ട്, സോഷ്യൽ സർവീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫേംസും മിക്സഡ് എക്കോണമിയിൽ ഉണ്ട്. അപ്പോൾ 2 പർപ്പസും നടന്നു പോകും. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞത് കമ്പൈൻഡ് സെക്ടറാണ്. അതായത് PPP മോഡൽ എന്ന് പറയുന്നത്, നമ്മൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡൽ. അതിൽ പബ്ലിക്കും പ്രൈവറ്റും കൂടെ പാർട്ട്ണർഷിപ്പിൽ ഓരോ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഡാംസ്, റോഡ്സ്, ബ്രിഡ്ജസ്, അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, അതെല്ലാം പ്രൈവറ്റും പബ്ലിക്കും കൂടെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഫേംസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒന്നുകിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യും, പ്രൈവറ്റ് ഫേംസ് അവരുടെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റിസർച്ച്, അവരുടെ കഴിവുകളെല്ലാം യൂസ് ചെയ്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവരത് ചെയ്തിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് സർവീസസ്, സപ്പോർട്ടെല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും, ഗവൺമെൻറ് മോണിറ്റർ ചെയ്യും. ഇവർ പ്രൈവറ്റ് പാർട്ടീസ് അത് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്, അവരുടെ ആ കോസ്റ്റ് എത്രയാണോ അത് ചിലപ്പോൾ ഒരു പീരീഡിലേക്ക് ഇവരായിരിക്കും ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു റോഡ് പണിയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടി ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് ആ റോഡ് പണിയുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഒന്നുകിൽ ഗവൺമെൻറ് ആ റോഡ് പണിയാൻ, ഇപ്പോൾ എക്സാമ്പിൾ 10 കോടി രൂപയാണ് ആ റോഡ് പണിയാനെങ്കിൽ ഗവൺമെൻറ് 10 കോടി രൂപ പ്രൊവൈഡ് ചെയ്യും, സ്ഥലവും അക്വയർ ചെയ്ത് കൊടുക്കും. ഈ പ്രൈവറ്റ് പാർട്ടി ആ റോഡ് പണിത് കൺസ്ട്രക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കും. ഇനി അങ്ങനെയല്ലെങ്കിൽ ഈ 10 കോടി രൂപ ഗവൺമെൻറ് റെഡി ക്യാഷ് കൊടുക്കുന്നില്ലെങ്കിൽ ഈ പ്രൈവറ്റ് പാർട്ടി റോഡ് പണിതിട്ട് അവരുടെ ആ എമൗണ്ട് എത്ര രൂപയാണോ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നവർ അവിടുന്ന് കിട്ടുന്ന ടോളോ അല്ലെങ്കിൽ മറ്റെന്താണോ ഇൻകം വരുന്നത് അത് ഇവരായിരിക്കും കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് വരുന്ന ഫെയറോ ടോളോ കളക്ട് ചെയ്യുന്നത് ഈ പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ PPP മോഡൽ എന്ന് പറയുന്നത്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡൽ. ഇതിൽ പ്രൈവറ്റും പബ്ലിക് ഫേംസും ഒന്നിച്ച് കൈകോർത്ത് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുവാണ്. ഇനി നമുക്കിതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്കണോമിക് ഫ്രീഡം ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിച്ച് എൻഷുവേഴ്സ് ഇൻസെൻറ്റീവ് ടു വർക്ക്. അതായത് ഇതിൽ എക്കണോമിക് ഫ്രീഡം ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ റൺ ചെയ്യണമെങ്കിലോ അതെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതൽ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്താൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതെല്ലാം ഇതിൻ്റെ ഒരു മെറിറ്റാണ്. പിന്നെ കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ അതിനുള്ള ഫ്രീഡം ഉണ്ട് കസ്റ്റമർക്ക്. ഏത് ചോയ്സ്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ സ്വന്തം മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ അയക്കണമെങ്കിൽ അയക്കാം, പ്രൈവറ്റ് സ്കൂളിൽ അയക്കണമെങ്കിൽ അയക്കാം. അല്ലാതെ കമ്പൽസറി ഒന്നുമില്ല നിങ്ങളുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ അയക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ മാത്രമേ അയക്കാവുള്ളൂ. അങ്ങനെയുള്ള കമ്പൽസറി ഒന്നുമില്ല. കൺസ്യൂമേഴ്സിന് ചോയ്സ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പോൾ 100 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് 100 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അതുപോലെ എനിക്കിപ്പോൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് മതി വേണമെന്നുണ്ടെങ്കിൽ അതും മാർക്കറ്റിലുണ്ട്, അപ്പോൾ അതും എനിക്ക് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ ചോയ്സസ് ഉണ്ട് കസ്റ്റമർക്ക്. പിന്നെ പ്രൈസ് മെക്കാനിസം ആൻഡ് കോമ്പറ്റീഷൻ ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ. നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസം അനുസരിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടും കോമ്പറ്റീഷൻ അവൈലബിൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത് കൊണ്ടും നമ്മൾ
കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. കാരണം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് റിസോഴ്സസ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുകയും റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യും. ഇനി നമ്മൾ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കൊണ്ടുവന്നാൽ, എൻ്റെ ബിസിനസ്സിൽ കൂടെ ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിന് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം എനിക്ക് എടുക്കാൻ സാധിക്കും. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പാണെങ്കിൽ മൊബൈലിൻ്റെ പുതിയ ഇൻവെൻഷൻസ് നടത്തുന്ന ഒരു മൊബൈൽ കമ്പനിയാണ് ഞാനെങ്കിൽ, എനിക്ക് പുതിയ രീതിയിലുള്ള ഏതെങ്കിലും ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്, മൊബൈലിലെ ടെക്നോളജീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻസ് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, മൊബൈലിൻ്റെ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തണം, അതിനെല്ലാം ഞാൻ എനിക്ക് അലൗ ചെയ്ത് തന്നിട്ടുണ്ട് ഗവൺമെൻറ്. സോ അതെനിക്ക് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്, എനിക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണം, കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ ഇതിൽ എക്കണോമിക് പ്ലാനിങ്, നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും എക്കണോമിക് പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ എക്കണോമിക് പ്ലാനിങ് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് നല്ല പ്ലാൻസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾക്ക് ഏത് രീതിയിലുള്ള പ്ലാൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് കോമ്പറ്റീഷനും ഉണ്ട്, നല്ല പ്രൊഡക്ട്സും ഡെലിവർ ചെയ്യണം, അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ട രീതിയിൽ നമുക്ക് പ്ലാൻസ് പ്രയോറിറ്റൈസ് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനും അതെല്ലാം സാധിക്കുന്നു. ഇനി കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂ ടു ഗ്രേറ്റർ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡയറക്ഷൻ. നമ്മൾ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സ്റ്റേറ്റിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടിയുണ്ട്. കാരണം പബ്ലിക് ഓൺഡ് ഫേംസും കൂടെ, പ്രൈവറ്റ് ഫേംസും ഉണ്ട്, പബ്ലിക് ഫേംസും ഉണ്ട്. അപ്പോൾ അതുമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല സോഷ്യൽ ഇക്വാലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇതിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അധികമായ പ്രോബ്ലംസ്, ഒരു രീതിയിൽ കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷേ എന്തും കൂടുതലായാൽ അത് പ്രോബ്ലം അല്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ കോമ്പറ്റീഷൻ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻസ് അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. കാരണം എന്താ, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രൈവറ്റ് ഫേംസിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് കോമ്പറ്റീഷൻ എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ, ചില കേസിൽ ഇതിലിപ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാ കേസിലും അത് നടന്നോളണം എന്നില്ല. പിന്നെ അവർക്ക് ചിലപ്പോൾ ഫേവറിറ്റിസം ഒക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഗവൺമെൻറ്റിന്. അതുപോലെ ഹയർ ടാക്സ്, ഇപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഫേംസ് റിസ്ക് എടുത്ത് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ് മുഴുവൻ പ്രൈവറ്റ് ഫേമിന് കിട്ടുമെന്ന് പറയുമെങ്കിലും ഹയർ റേറ്റ് ഓഫ് ടാക്സേഷനൊക്കെ വരുമ്പോൾ ശരിക്കും അത്രയും പ്രോഫിറ്റ് പ്രൈവറ്റ് ഫേമിന് കിട്ടുമോ? ഇല്ല. ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കുറയുവാണ്. പിന്നെ നമ്മളുടെ പുതിയ ഫേംസ് തുടങ്ങാനും അതിനെല്ലാം ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാ കേസിലും ചിലപ്പോൾ അത് കറക്റ്റായ രീതിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കറക്റ്റായ രീതിയിൽ സ്റ്റേറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ പ്രൈവറ്റ് സെക്ടറിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ഓവർ കൺട്രോളിംഗ് ഒക്കെ വരുന്നത് പ്രൈവറ്റ് സെക്ടർ ഫേംസിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കറപ്ഷനൊക്കെ നിലനിൽക്കാം നമ്മളുടെ സൊസൈറ്റിയിൽ, കാരണം പബ്ലിക് സെക്ടർ ഫോംസും ഉണ്ട്. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും. ബട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചിലപ്പോൾ അത്ര നല്ല രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത്ര എഫിഷ്യൻ്റായിട്ട് നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കണമെന്നില്ല. അപ്പോൾ അതുമെല്ലാം നമ്മളുടെ എക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉള്ളത് കൊണ്ട് തന്നെ അത്ര പ്രോബ്ലം ഉണ്ടാവില്ല, പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിലൊക്കെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ
പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരു കറക്റ്റ് ബാലൻസ് ചെയ്താണോ പോകുന്നത്? അല്ല. അങ്ങനെ ഒരു പ്രോപ്പർ ബാലൻസ് എല്ലാ സെക്ടറിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ അതത്ര ഈസി ഉള്ള കാര്യമല്ല. അതായത് എവിടെയൊക്കെ പ്രൈവറ്റ് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നോ അവിടെയൊക്കെ പബ്ലിക് സെക്ടറും നമുക്കിപ്പോൾ സർവീസസ് അവൈലബിൾ ആണോ? അല്ല. കുറച്ച് സെക്ടേഴ്സിലുണ്ട്, ബട്ട് എല്ലാ സെക്ടേഴ്സിലും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് സെക്ടർ പിന്നെയും കൂടുതൽ ശക്തി പ്രാപിച്ച് പ്രൈവറ്റ് സെക്ടർ തന്നെ മോണോപ്പൊളി ആയിട്ട് പിന്നെയും ഡെവലപ്പായി വരുവാണെങ്കിൽ അതൊരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഫോമിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതെല്ലാമാണ് നമുക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ ചില കേസിൽ ഡീമെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇതായിട്ട് വരാവുന്നത്. നമ്മളുടെ ഇന്ത്യയും ഒരു മിക്സഡ് എക്കോണമിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പബ്ലിക്കിൻ്റെ ഓണർഷിപ്പിലുള്ള ഫേംസും പ്രൈവറ്റ് ഫേംസും നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. PPP മോഡലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. നിങ്ങൾ വീഡിയോ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നമ്മൾക്ക് എക്സാമിന് എപ്പോഴും മാർക്ക് കുറയുന്നത് നമ്മൾ എക്സാമിന് ഫെയിൽ ആവുന്നതുകൊണ്ടല്ല, നമ്മുടെ സ്റ്റഡി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിൽ നമ്മൾ ഫെയിൽ ആവുന്നത് കൊണ്ടാണ്. സോ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.